Yo, what's up guys? This is Milan. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ആപ്പിൾ ചോപ്പ് ചെയ്യാൻ പോകുന്നു. അതേ നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ്, സത്യമാണ്. ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ആപ്പിൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. വേറൊന്നും കൊണ്ടുമല്ല, അത് ഒഫീഷ്യലി, പക്ഷേ ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ റിലീസ് ഇതുവരെ നടത്തിയില്ല, പ്രസ് റിലീസും കാര്യങ്ങളൊന്നും നടത്തിയില്ല. അപ്പം ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു റൂളിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഗവൺമെൻറ് ആ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റം കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. കാരണം എന്നാന്ന് വെച്ചാൽ, ഇത്ര നാളും നമുക്ക് നോക്കിയറിയാം ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിൽ ഓൾ അക്രോസ് ഇന്ത്യ നമുക്ക് നോക്കിയറിയാം ആപ്പിൾ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നത്. ഒന്ന് ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ അതുപോലത്തെ ഉള്ള സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഫിസിക്കലി നോക്കുവാണെങ്കിൽ സ്റ്റോറുകളിൽ iWolve അല്ലെങ്കിൽ iCare പറയുന്ന സ്റ്റോറുകളിലൊക്കെ നമുക്ക് ആപ്പിൾ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ല, തേർഡ് പാർട്ടി സ്റ്റോറുകളാണ്. ആപ്പിളിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആപ്പിളിൻ്റെ സ്റ്റോറൊന്നുമല്ല, ഇത് തേർഡ് പാർട്ടി കമ്പനീസ് അവർ ഏറ്റെടുത്ത് നടത്തുന്ന സ്റ്റോഴ്സുകളാണ്. അപ്പം ഇന്ത്യയിൽ ഇൻഗ്രാം മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയാണ് ഡയറക്റ്റ് ആപ്പിളിൽ നിന്ന് പ്രോഡക്ട്സ് മേടിച്ച് ഇതുപോലുള്ള തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലുലു മാളിൽ, കോട്ടയത്താണെങ്കിൽ ഇപ്പം ജോയ് മാളിൽ ഇതിൻ്റെ ഇതുപോലത്തെ iWolve എന്ന് പറഞ്ഞ സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇതുപോലത്തുള്ള സ്റ്റോറുകളിൽ പോയാണ് മേടിക്കുന്നത് കൂടുതലും. അപ്പോൾ ഞാൻ പറയുന്നത് ഫിസിക്കലി ഒരു സ്റ്റോർ കൊണ്ടുവരുന്നു എന്നല്ല. നമുക്കറിയാം ഇന്ത്യയുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.apple.in എന്ന് പറയുന്നതാണ് ആപ്പിളിൻ്റെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിനകത്ത് നമുക്ക് നോക്കിയറിയാം ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഒന്നും അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചില പ്രോഡക്ട്സിൻ്റെ ഉള്ളും ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഇല്ല. അതിന് പകരം അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത് തേർഡ് പാർട്ടി സ്റ്റോറുകളുടെയൊക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ഓതറൈസ് സർവീസ് സെൻറ്ററുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനേ കൊടുത്തുള്ളൂ. അവിടെ ബൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇനി ഈ ഒരു കഥ മാറുവാണ്. അതായത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിനി ഡയറക്റ്റ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരാൻ പോകുകയാണ്. വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്റ്റോറുകളാണ് ആപ്പിളിൻ്റെ ഇത്രയും കാലം പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യണമെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകളെ 30% അവർ ലോക്കലി സോഴ്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു കമ്പനിക്ക് നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രോഡക്റ്റുകൾ ഡയറക്റ്റ്ലി സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. 30%. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എല്ലാ ആപ്പിൾ പ്രോഡക്ട്സും ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചാർജ് എന്ന് പറയുന്നത് 20% ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രം ഒരു പ്രോഡക്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറിൻ വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്, അമേരിക്കയിൽ നമുക്ക് എങ്ങനെ ഐഫോൺ മേടിക്കാൻ പറ്റും, UK എങ്ങനെ നമുക്ക് ഐഫോൺ മേടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പ്രൈസ് നമ്മുടെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ പോലും 10s ആണെങ്കിൽ നമുക്കൊരു 80,000 രൂപീസിന് നമുക്ക് US നിന്ന് മേടിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കും 1,25,000 രൂപയൊക്കെ കൊടുത്താലാണ് നമ്മൾ 10s മാക്സ് 256 GB മേടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള സ്റ്റോറിലാണെങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ കിട്ടും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി 20% ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ ഓരോ പ്രോഡക്റ്റിനും കൊടുക്കണം. അതുമാത്രമല്ല പ്ലസ് GST ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത പ്രൈസ് റേഞ്ചിലാണ് ഓരോ പ്രോഡക്റ്റും വരുന്നത്. ഇവൻ നമ്മുടെ iPod ആണെങ്കിൽ പോലും വെറും 12,000 രൂപയ്ക്ക് നമുക്ക് ലേറ്റസ്റ്റ് ജനറേഷൻ iPod ആക്ച്വലി കിട്ടും അമേരിക്കൻ സ്റ്റോറിലാണെങ്കിൽ. പക്ഷേ ഇന്ത്യ വരുമ്പോൾ അതിന് 18,000 രൂപ, 17,500 രൂപ ആ റേഞ്ചാണ് വരുന്നത്. അതുമാത്രമല്ല ഈ പ്രോഡക്റ്റ്സ് ഒന്നും ഇന്ത്യയിൽ അവൈലബിളും അല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അതായത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ 7th ജനറേഷൻ iPod പോലും ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഒഫീഷ്യലി ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡ്യൂട്ടി ചാർജ് കൊടുക്കേണ്ട കാരണം ഇത്രയും ചെറിയ പ്രോഡക്റ്റിന് വലിയ ഡ്യൂട്ടി ഫീ ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ ഈ ഒരു നിയമം ഞാൻ മുമ്പേ പറഞ്ഞു, റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യണമെങ്കിൽ 30% ലോക്കലി അവരെ സോഴ്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ഗവൺമെൻറ് ആ ഒരു നിയമത്തിന് ഒരു ചെറിയ ഇളവ് കൊണ്ടുവന്നേക്കുവാണ്. ഇനി മുതൽ നമുക്ക് ആപ്പിൾ ലോക്കലി സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കിയറിയാം, റെഡ്മി MI എന്ന് പറഞ്ഞ കമ്പനി അവർ 2020 ഏകദേശം നമ്മൾ അക്രോസ് ഇന്ത്യ 5,000 സ്റ്റോറുകൾ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിലാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും അവർ MI സ്റ്റോറുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഫിസിക്കലി ഒരു സ്റ്റോർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ വെബ്സൈറ്റ് ഓൺലൈനിലായിട്ടൊരു സ്റ്റോർ തുടങ്ങുക. അതാണ് നമ്മൾ പറഞ്ഞ www.apple.in യാതൊരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് തേർഡ് പാർട്ടി ഏതൊക്കെ സ്റ്റോറുകളിൽ അവരുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണെന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. ഇനി മുതൽ ഈ കഥ മാറാൻ പോവാണ്. നമുക്ക് സാധനങ്ങളെല്ലാം ഡയറക്റ്റ്ലി ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നമുക്ക് നോക്കിയറിയാം, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ചൈനയിലുള്ള ഫോക്സ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്താണ്. അവിടെയാണ് അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും. അതിനുശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ആപ്പിൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇനി ചൈനയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ പല ഫോണുകളുടെ മാനുഫാക്ചറിങ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാണ്. അതുകൊണ്ട് തന്നെ മുമ്പേ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടി അത് ഇനി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ആ ഒരു ഇപ്പോൾ ഉള്ള നിലവിലുള്ള പ്രൈസിനകത്ത് വളരെ വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ പ്രോഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇനി റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം അവൈലബിൾ ആവും. ഇപ്പോൾ ഉള്ളതിനേക്കാളും 20% ഡ്യൂട്ടി ഫീ ഓഫ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതുമാത്രമല്ല മാനുഫാക്ചറിങ് ഭാഗികമായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ പല ഡ്യൂട്ടീസിൻ്റെയും ചാർജസ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ്സ് ഇനി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആവും. പക്ഷേ ഈ ഒരു ചേഞ്ച് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമുക്കറിയാം സെപ്റ്റംബർ 10 ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടിയാണ് ആപ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആപ്പിൾ ഇപ്പം സ്ട്രിക്ട്ലി ഫോക്കസ് ഓൺ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ സ്റ്റോറുകൾക്കൊന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ സൂൺ ആപ്പിളിൻ്റെ ഇന്ത്യയുടെ സ്റ്റോറ് ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം ഈ ഒരു സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആ ഒരു ടൈം ഫ്രെയിമിൽ ആപ്പിളിൻ്റെ ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഡ്രോപ്പും അതുപോലെ തന്നെ സ്റ്റോറിനകത്ത് ഡയറക്റ്റ്ലി മേടിക്കാനുള്ള സൗകര്യവും ആപ്പിൾ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതൊരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമ്മൾ ആപ്പിൾ ഫാൻസിനെ നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ചേഞ്ചാണ്. കാരണം ഇനി പ്രോഡക്റ്റ്സ് എല്ലാം ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് അവൈലബിൾ ആവും. ഡയറക്റ്റ്ലി ഒരു തേർഡ് പാർട്ടി കമ്പനികളുടെയും സഹായമില്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് മേടിക്കാം. അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ വൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും. അതുമാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ കെയർ പ്ലാൻസ് അതൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ കിട്ടും. കാരണം വെളിയിലൊക്കെ ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ പ്ലാനിന് വേരിയേഷൻസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ അതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതോടെ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ സപ്പോർട്ടും മറ്റുള്ള മേഖലകളിലും നമുക്ക് ഇച്ചിരി കൂടെ വൈഡായിട്ടുള്ള ആ ഒരു ഇൻഡിപെൻഡൻസി നമുക്ക് കിട്ടും. സോ അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ആ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വൺസ് അഗൈൻ ദിസ് ഇസ് യുവർ ബോയ് മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ് ഔട്ട്.